വെൽക്കം ടു Hamictech ഗ്രാഫിക്സ്. വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ സ്ക്രിബിൾ എഫക്റ്റ് നൽകി നമ്മുടെ സ്റ്റാറ്റസ്, വീഡിയോ, അതുപോലെ ഫോട്ടോസൊക്കെ അടിപൊളിയാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അതിനു മുമ്പായി കൂട്ടുകാർ ചെയ്യേണ്ടത് Hamictech ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ആവശ്യമുള്ള കൂട്ടുകാർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഡെമോ വീഡിയോസ് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ ഈ ആപ്ലിക്കേഷൻ വഴി സ്ക്രിബിൾ എഫക്റ്റ് കൊടുക്കാമെന്ന് നോക്കാം. അതിനായി താഴെ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചോദിക്കുന്ന പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഫോട്ടോ ആൻഡ് വീഡിയോ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ ഗാലറിയില്ല ഫോട്ടോയ്ക്ക് ഇതുപോലെ സ്ക്രിബിൾ എഫക്റ്റ്, അതല്ല വീഡിയോയ്ക്കാണ് നമ്മൾക്ക് സ്ക്രിബിൾ എഫക്റ്റ് കൊടുക്കേണ്ടതെങ്കിൽ ആ വീഡിയോ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. തൽക്കാലം നമുക്ക് ആദ്യം ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോട്ടോ ഗാലറിയിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇവിടെ പരസ്യം കാണിക്കും, അതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം ഈ ആപ്ലിക്കേഷനിലോട്ട്. എന്നിട്ട് പ്രൊസീഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പോരാത്തതിന് താഴെയുള്ള ഏതെങ്കിലും ഒരു സൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി മുകളിൽ കാണുന്ന ഈ പെയിന്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ആനിമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ആനിമേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്റ്റൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റൈലും മാറ്റാം. പിന്നെ ഇവിടെ ഡിലേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ആനിമേഷൻ്റെ ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് കളർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആനിമേറ്റ് ചെയ്യുന്ന ആ ലൈനിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ കളർ സ്റ്റൈൽ എന്നത് ക്ലിക്ക് ചെയ്ത് സ്റ്റൈല് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ സ്റ്റൈല് മാറുന്ന കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഡിസ്കോ ക്ലിക്ക് ചെയ്തപ്പോൾ ഉള്ള സ്റ്റൈല് കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ അടുത്ത സിംഗിൾ ക്ലിക്കുമ്പോൾ ഉള്ള സ്റ്റൈല്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റൈല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഇമേജിൻ്റെ മുകളിൽ എവിടേക്കാണോ സ്ക്രിബിൾ എഫക്റ്റ് വരേണ്ടത് അവിടെ നമുക്ക് ഇതുപോലെല്ലാം വരച്ച് ചേർക്കാം. അതുപോലെ നമ്മളിപ്പോൾ വരച്ചത് എന്തെങ്കിലും നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ അൺഡു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ മാറ്റിയിട്ട് അടുത്ത കളർ ചൂസ് ചെയ്ത് വേണമെങ്കിലും ഈ ഇമേജിൽ തന്നെ അടുത്ത പോർഷനിൽ നമുക്ക് സ്ക്രിബിൾ എഫക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ഓരോന്ന് ചെയ്യുക. ഇനി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത എല്ലാ ലെയറും കൂട്ടുകാർക്ക് കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാം. എല്ലാം ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ ക്വാളിറ്റി ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. അതുപോലെ ആനിമേഷൻ ലൂപ്പ് ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാം. എല്ലാം ചെയ്തതിന് ശേഷം
എക്സ്പോർട്ട് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അത് ഫിനിഷ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി ഗാലറി കയറി നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോയിലാണ് സ്ക്രിബിൾ എഫക്റ്റ് കൊണ്ടുവന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ സ്ക്രിബിൾ എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനായി വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തത് തൊട്ട് തന്നെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസ് എന്നത് ചൂസ് ചെയ്യുക. വീണ്ടും ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഈ ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ എത്ര പോർഷൻ ആണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇമ്പോർട്ട് ആവുന്നുണ്ട്. അത് ഇമ്പോർട്ട് ആവുന്നവരെ കുട്ടികൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ വീഡിയോ ഇവിടെ ഫ്രെയിമായിട്ടും വന്നിട്ടുണ്ട്. ഇനി ഓരോ ഫ്രെയിമിലും നമുക്ക് സ്ക്രിബിൾ എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ ചെയ്തത് കൂട്ട് തന്നെ ഇവിടെ പെയിൻ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആനിമേഷനും സൈസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തതിന് ശേഷം ഓരോ ഫ്രെയിമിലും നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എഫക്റ്റ് ആഡ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ എല്ലാ ഫ്രെയിമിലും എഫക്റ്റ് ആഡ് ചെയ്യാം. അതല്ല ചില ഫ്രെയിം സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഓരോന്ന് ചെയ്യുക. എല്ലാം ചെയ്തതിന് ശേഷം ഈ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ എക്സ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയതിനു ശേഷം ഗാലറി കയറി നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സ്റ്റാറ്റസ് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.